അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായരെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസാണ് എ പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറും. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോട്ട് നിന്ന്. അരുൺ, നേരത്തെ ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി വന്നതാണ്. സസ്പെൻഷൻ ഉത്തരവ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസിന്റെ ഇടപെടലും ഉണ്ടാകുന്നു. കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും തുടർ നടപടി? അരുൺ പാറയ്ക്കൽ. റിജിത്ത്, വകുപ്പ് തല നടപടി വന്നതിന് ശേഷം ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അതായത് താലൂക്ക് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെള്ളരിക്കുണ്ട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ നിലവിൽ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതിയുള്ളത്. അല്പസമയത്തിനകം തന്നെ ഹോസ്ദുർഗ് പോലീസിന് ഈ പവിത്രനെ കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വിമർശനം പവിത്രനെതിരെ ഉയർന്നു വന്നിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുക, അതായത് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. ആ പദവിയിലിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അങ്ങേയറ്റം അധിക്ഷേപിച്ച മോശമായ ഒരു കമൻറ്റ് സമൂഹ മാധ്യമത്തിലൂടെ ഉണ്ടായത്. അതും ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം പോലുള്ള ഒരു വലിയ അപകടത്തിൽ രാജ്യമൊന്നാകെ കണ്ണീരിലായി ഇരിക്കുന്ന സമയത്താണ് ഇത്രത്തോളം മോശമായൊരു അധിക്ഷേപ പരാമർശമുണ്ടായത്. അതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു വന്നിരുന്നു. റവന്യൂ മന്ത്രി നേരിട്ടിടപെട്ട ജില്ലാ കളക്ടറോട് സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൈമാറുമെന്ന് അറിയുന്നു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട BJP, KSU, MSF ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. റിജിത്ത്.